ഹലോ, അങ്ങനെ തെക്ക് വടക്ക് പടം കാണാൻ പോയതാണ്. രണ്ടുപേരെ ഉദ്ദേശിച്ചാണ് മെയിനായിട്ട് ഈ പടം കാണാൻ പോയത് തന്നെ. ഹരീഷ് എസ്, പിന്നെ നമ്മുടെ വിനായകേട്ടൻ. ഹരീഷ് എസിൻ്റെ റൈറ്റിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നൻപകൽ നേരത്ത് മയക്കം, ജല്ലിക്കെട്ട്, ചുരുളി. പക്ഷേ തെക്ക് വടക്ക് ഊമ്പി കൂറപ്പടം. കോമഡിയൊക്കെ സൃഷ്ടിക്കാൻ വളരെ പാടുപെടുന്നുണ്ട്, പക്ഷേ ഒന്നും വർക്കൗട്ട് ആവുന്നില്ലെന്നുള്ളതാണ്. പിന്നെ കുറേ ലോഡ് കണക്കിന് കൂറ ആക്ടേഴ്സിനെ എടുത്തിട്ടുണ്ട് ഈ പടത്തിനകത്ത്. ഇത് ഹീറോയിൻ ഓറിയൻറ്റഡ് പടമല്ല, പക്ഷേ എന്നാലും കൊച്ചു കൊച്ചു ഹീറോയിൻസൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിനായകനും സുരാജും രണ്ടുപേരും വർഷങ്ങളായിട്ട് ശത്രുക്കളാണ്. ഒരു സ്ഥലത്തിൻ്റെ പേരിൽ അവരുടെ അപ്പന്മാരും ശത്രുക്കളായിരുന്നു, ഇവരും ശത്രുക്കളാണ്. സ്റ്റാർട്ടിങ് ഒരു 15-20 മിനിറ്റ് നമ്മളെ പിടിച്ചിരുത്താൻ നോക്കുന്നുണ്ടെങ്കിലും അതിനുശേഷം പടം വേറും തീട്ടമായി മാറുക. ഇതിനകത്ത് മെയിനായിട്ട് തീട്ടെന്ന് പറയുന്നതിൻ്റെ കാരണം, ഇതിനകത്തൊരു സീനുണ്ട്. ഈ പറമ്പിനകത്ത് ആൾക്കാരെ കൊണ്ടുവന്ന് തൂറിക്കുന്നൊരു സീനുണ്ട്. ലാസ്റ്റിൽ ഈ പടം അത് തന്നെയായി മാറിയെന്നുള്ളതാണ്. പടത്തിൻ്റെ പോസിറ്റീവായിട്ട് പറയേണ്ടത് വിനായകൻ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു വ്യത്യസ്തമായിട്ടൊരു റോളായിരുന്നു. സുരാജിനെ കുറിച്ച് പിന്നെ കൂടുതൽ പറയാത്തതെന്ന് വെച്ചാൽ നാഗേന്ദ്രൻ തൊട്ട് സെയിം ഒരു റോളാണ് ഇപ്പോൾ അഭിനയിച്ചുകൊണ്ട് വരുന്നത്. ഒരു പല്ല് മാത്രമുണ്ട് വ്യത്യാസം. എൻ്റെ പൊന്ന് സുരാജേട്ടൻ ഒന്ന് മാറ്റിപ്പിടിക്കും സ്റ്റൈല്. നിങ്ങൾ എപ്പോഴെങ്കിലും സുരാജേട്ടനെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കൈ ഇങ്ങനെ ഇരിക്കുന്നതാണ് ആളുടെ. ഇനി ആക്സിഡൻറ്റ് വല്ലതും ആണോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു മരണവിടൊക്കെ കാണിക്കുന്നുണ്ട്. എന്തുവാടെ ലോജിക്ക് നിങ്ങൾ കാണിക്കുന്നത്? വിനായകൻ മരിച്ചതിന് ശേഷം ആജന്മ ശത്രുവായ സുരാജ് വരുന്ന സീന് കാണിക്കുന്നുണ്ട്. പക്ഷേ ആ നാട്ടിൽ ആൾക്കാരൊന്നുമില്ലേ? ആളുടെ ഇഷ്ടം പോലെ ചെയ്യുന്നു. സ്റ്റാർട്ടിങ് തൊട്ടേ കഥ പ്രഡിക്റ്റബിൾ ആയിരുന്നു. ഇവർ രണ്ടുപേരും, വിനായകനും സുരാജും തുടങ്ങിയ ഈ വഴക്ക് ലാസ്റ്റിൽ അവരുടെ മക്കളും ഉടക്കാവും നമുക്ക് ക്ലിയർ ആയിട്ടറിയാം. അത് ഏത് പൊട്ടനും കണ്ടാൽ മനസ്സിലാവും. ആ ഒരു ലെവലിലാണ് സ്ക്രിപ്റ്റിനെ കൊണ്ടുപോയേക്കുന്നത്. മ്യൂസിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാം CS ആണ് മ്യൂസിക് ചെയ്തത്. ഇതിനകത്ത് ഒരു സാം CS-ൻ്റെ എഫക്റ്റ് ഞാൻ കാണുന്നില്ല. പടം പ്രൊഡ്യൂസ് ചെയ്ത അഞ്ജന ഫിലിപ്പ് ചെറിയൊരു റോളിലും വരുന്നുണ്ട് ഇടയ്ക്ക്. നടിമാരെ ഒന്നും പേര് പോലും എനിക്കറിയത്തില്ല. സിനിമാറ്റോഗ്രഫി സുരേഷ് രാജൻ, ഡയറക്ടർ പ്രേം ശങ്കറും പുതിയൊരു ഡയറക്ടറാണെന്ന് തോന്നുന്നത്. ആളെക്കുറിച്ചും വലിയ പിടുത്തമില്ല എനിക്ക്. പിന്നെ എനിക്ക് ഷമീർ ഖാൻ്റെ ആക്ടിങ്ങും ഇഷ്ടപ്പെട്ടു. ഷമീർ ഖാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മുടെ പ്രേമലുവിൽ എടി പെണ്ണെ നിർത്തിക്കോ അവനുണ്ടല്ലോ, അവനാണ്. പക്ഷെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഹി ഹാസ് എ ഗ്രേറ്റ് ഫ്യൂച്ചർ. അപ്പോൾ ഈ തീട്ടപ്പടമായ തെക്ക് വടക്ക് നിങ്ങൾക്ക് എല്ലാവരും കാണണമെങ്കിൽ പോയി കാണാം. ഇതെൻ്റെ പേഴ്സണൽ റിവ്യൂ ആണ്. അപ്പോൾ ഈ പടത്തിന് ഞാൻ 5-1 കൊടുക്കുന്നു. അപ്പോൾ അടുത്ത റിവ്യൂ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ.